സദന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേടിലായിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. എന്തുകൊണ്ട് നേതൃത്വം ഇങ്ങനെ മടി കാണിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. അല്ല മഞ്ജുഷ, ഞാൻ സദന പറയട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് അവർ പറയണ്ടായി, ചില നേതാക്കളുടെ മാത്രം ഒരു പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവര് എന്തുകൊണ്ട് അത് ചെയ്തില്ല, അവരെന്തുകൊണ്ട് അത് പറയുന്നു എന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നതും കോൺഗ്രസിന്റെ നേതാക്കളാണെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് ഒന്ന് ഓർക്കണം. ഇപ്പോ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പോലുള്ളവർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ അതേ നിലയിൽ നിൽക്കുന്നതാണ് ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ VD സതീശൻ, പിന്നെ മറ്റ് ഈ K മുരളീധരനെ പോലുള്ള, രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എതിരെ തന്നെ സംസാരിച്ചുകൊണ്ട് കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. പക്ഷെ ഈ ആവർത്തിച്ച് എന്തുകൊണ്ട് അത് കോൺഗ്രസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ നിങ്ങൾ സ്വയം കണ്ണാടി നോക്കി വിമർശനം ഉന്നയിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്. കാര്യം CPM എന്തുകൊണ്ടും CPM അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാനൊന്ന് പറയട്ടെ CPM അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ CPM അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിന്റേതായ നിലപാടുണ്ട്, ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയുടെ യഥാർത്ഥ മുഖമാണ് നിങ്ങൾ കഴിഞ്ഞ 3 മാസക്കാലത്തോളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് നിലപാടെടുത്തു എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം കണ്ണാടി ഒന്ന് നോക്കുക. അവിടെ ആരോപണ വിധേയരായിട്ടുള്ളവർ ഇപ്പോഴും നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ആ ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നാളുകളിലേക്ക് മാറ്റിവെക്കാതെ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷെ അതൊരിക്കലും ഒരു CPM-ന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ധാർമ്മികത, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം അത് കോൺഗ്രസിന്റെ നേതാക്കളുടെ കയ്യിലാണ്. അത് കോൺഗ്രസ് കൃത്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. അത് കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. സജനയുടെ ആത്മവിശ്വാസവും അതാണ്. ഇന്ന് രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള നിലപാട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവർത്തിക്കുന്നുണ്ട്. അതായത് ഈ സമ്മർദ്ദം നേരത്തെ തന്നെ സജന ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ആവശ്യപ്പെട്ട സജന അതേ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നുള്ള ആത്മവിശ്വാസം. അതുപോലെ കോഴിക്കോട് നിന്ന് MA ഷഹനാസും ഇക്കാര്യത്തിൽ ചില നിലപാട് അറിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം കൂടി ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അന്നത്തെ MLA യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു. ആ കമ്മിറ്റിയിൽ തന്നെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടവും സ്റ്റേറ്റ് സെക്രട്ടറിയും അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് JS അഖിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസിൽ തന്നെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. അപ്പം പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഒരുപാട് യൂത്ത് കോൺഗ്രസിലടക്കമുള്ള മഹിളാ കോൺഗ്രസിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ വ്യക്തി പ്രസിഡന്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ MLA-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ MLA-യോട് അന്ന് ഞാൻ സംസാരിച്ചത്. അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം ഞാനൊരു എഴുത്തുകാരിയാണ്. സ്ത്രീപക്ഷ നിലപാടിന് ഏത് പക്ഷത്തേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. രാഹുലിനെതിരെ ഷഹനാസ് ശക്തമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. മോശമായി പെരുമാറിയെന്ന് തന്നെയാണ് MA ഷഹനാസ് പറയുന്നത്. ഒപ്പം വരാൻ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു എന്ന് പോലും അവർ പറയുന്നുണ്ട്. ഇന്ന് ഫേസ്ബുക്കിലും ഇക്കാര്യം അവർ പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കരുത് എന്നുള്ള കാര്യം ഷാഫിയെ പോലെയുള്ള നേതാക്കളോട് താൻ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യവും ഷഹനാസ് എന്ന് പറയുകയാണ്. ചില്ലറ കാര്യമല്ല ഇത്. ശ്രീ